ഒരു ലിറ്റററി പീസിനെ നമ്മൾ വിമർശനത്തിന് വിധേയമാക്കുമ്പോൾ എന്തെല്ലാം ടൂൾസ് ഉപയോഗിച്ചാണ് അതിനെ വിമർശിക്കേണ്ടത്? ഓക്കെ, വെബ് സ്കെയിലിൻ്റെ HSA ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ HSAയുടെ ഇംഗ്ലീഷിൽ ധാരാളം മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിറ്റിസിസം ബേസിക്കലി നല്ല ധാരണ ഇല്ലെങ്കിൽ HSA പോലുള്ള ഒരു എക്സാം പാസ്സാകുക എന്ന് പറഞ്ഞാൽ അല്പ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലിറ്ററേച്ചർ ഉൾപ്പെടെ, അതായത് ക്രിറ്റിസിസം മാറ്റി നിർത്തിയുള്ള മറ്റ് ഷോങ്റെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പോയട്രി ആയാലും ഡ്രാമയായാലും നോവലായാലും ഇതൊക്കെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അത് റൂട്ട് ചെയ്ത് കിടക്കുന്നത് ക്രിറ്റിസിസത്തിലാണ്. അതായത് ക്രിറ്റിസിസം നന്നായി പഠിച്ചിരുന്നാൽ ബാക്കി എല്ലാ ഏരിയയും നല്ല കമാൻഡ് വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ക്രിറ്റിസിസം ഒഴിവാക്കി ബാക്കിയൊക്കെ പഠിക്കാം. ഇപ്പോൾ നോവൽ, കഥകൾ പഠിക്കാം, അല്ലെങ്കിൽ പോയട്രി മാത്രം പഠിക്കാം, അതൊക്കെ ഇതിൽ വരുന്ന മൊഡ്യൂൾ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചാൽ അത് ക്ഷിപ്രസാധ്യമല്ല. ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ ക്രിറ്റിസിസം. ക്രിറ്റിസിസം ഒരു ആംഗിളാണ്. ആ ആംഗിളിലൂടെയാണ് നമ്മൾ ലിറ്ററേച്ചറിലേക്ക് പോകുന്നത്. ശരിക്കും ലിറ്ററേച്ചറിൽ നമുക്ക് താല്പര്യം തോന്നുന്നത് തന്നെയും ക്രിറ്റിസിസത്തിലൂടെയാണ് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് ക്രിറ്റിസിസത്തിൽ നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോ ആവർത്തിച്ച് കാണുന്നതുകൊണ്ട് ധാരാളം ഗുണമുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങുന്നത് അത് തന്നെയാണ്, ലിറ്റററി ക്രിറ്റിസിസം. ലിറ്റററി ക്രിറ്റിസിസം എന്ന് തന്നെ പറയണം. അതിന് കാരണമുണ്ട്. വേറെ പലതരത്തിലുള്ള ക്രിറ്റിസിസം ഉണ്ട്. സോഷ്യൽ സയൻസിലൊക്കെ മറ്റു തരത്തിലുള്ള ക്രിറ്റിസിസം ഉണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നും ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്ന, അതൊന്നും ലിറ്ററേച്ചറുമായി ബന്ധമുള്ളതല്ല. നമ്മളിപ്പോൾ ലിറ്റററി ക്രിറ്റിസിസമാണ് പഠിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ മുതൽ ഇങ്ങോട്ട് ക്ലാസിക്കൽ ക്രിറ്റിസിസം മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്താണ്, റൊമാൻറ്റിക് ക്രിറ്റിസിസം എന്താണ്, അല്ലെങ്കിൽ മോഡേൺ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ്, ധാരാളം ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. എത്ര ടൈപ്പ് ക്രിറ്റിസിസംസ് ഉണ്ട്, ഓരോ ടൈപ്പും എന്തിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ സൂക്ഷ്മതയോടെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടൈപ്സ് ഓഫ് ക്രിറ്റിസിസം ഒന്ന് നോക്കാം. അതിലൊന്നാമത്തത് ഫോർമൽ ക്രിറ്റിസിസമാണ്. നമ്മളിത് ആൽഫബറ്റിക് ഓർഡറിലല്ല ക്രമീകരിച്ചിരിക്കുന്നത്, ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്, ആൽഫബറ്റിക് ഓർഡറിലല്ല. അതായത് മോഡേൺ ആദ്യം എന്നുള്ള ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ മോഡേണിൽ നിന്നാണ് വരുന്നത്. ഇതുകൊണ്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് HSAയ്ക്ക് മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾ പിന്നീട് ഭാവിയിൽ സെറ്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ നെറ്റ് JRF ഒക്കെ എഴുതുന്ന സമയത്ത് ഇത് പ്രയോജനപ്പെടും, വളരെയധികം പ്രയോജനപ്പെടും. കാരണം ഇത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമാണ്. നല്ലൊരു സ്കോറിംഗ് ഏരിയ ഇതിൽ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഈ ടൈപ്സ് ഓഫ് ക്രിറ്റിസിസത്തിൽ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം എന്താണെന്ന് നോക്കാം. എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്ന പോയിന്റ്? റിഗാർഡ്സ് ലിറ്ററേച്ചർ ആസ് എ യൂണിക് ഫോം ഓഫ് ഹ്യൂമൻ നോളജ് ദാറ്റ് നീഡ്സ് ടു ബി എക്സാമിൻഡ് ഓൺ ഇറ്റ്സ് ഓൺ ടേംസ്. അപ്പോൾ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം എന്തിനെയാണ് റിഗാർഡ് ചെയ്യുന്നത്, ലിറ്ററേച്ചറിനെ എങ്ങനെ റിഗാർഡ് ചെയ്യുന്നു എന്നുള്ളത്. ആസ് എ യൂണിക് ഫോം ഓഫ് ഹ്യൂമൻ നോളജ്, ഇത് ഹ്യൂമൻ നോളജിൻ്റെ ഒരു യൂണീക്ക് ഫോം, ഒരു അതുല്യമായ, അനന്യമായ, സമാനമായി വേറൊന്നില്ലാത്തതിനെയാണ് നമ്മൾ യൂണീക്ക് എന്ന് പറയുന്നത്. ഒരു എൻറ്റിറ്റിയെ നമ്മൾ യൂണീക്ക് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിന് സമാനമായി വേറൊന്നില്ല, അത് മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ എ യൂണീക്ക് ഫോം ഓഫ് ഹ്യൂമൻ നോളജ്, മനുഷ്യവിജ്ഞാനത്തിൻ്റെ അനന്യമായ, അതുല്യമായ ഒരു രൂപമാണ് ലിറ്ററേച്ചർ എന്നാണ് ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം ലിറ്ററേച്ചറിനെ കണക്കാക്കും. റിഗാർഡ്സ് ലിറ്ററേച്ചർ ദാറ്റ് നീഡ്സ് ടു ബി എക്സാമിൻഡ് ഓൺ ഇറ്റ്സ് ഓൺ ടേംസ്. അതിനെ പരിശോധിക്കുമ്പോൾ, ലിറ്ററേച്ചറിനെ
ലിറ്ററേച്ചറിൻ്റെ ഗുണദോഷങ്ങൾ പരിശോധിക്കലാണല്ലോ ശരിയും തെറ്റും അല്ലെങ്കിൽ ആസ്വാദനം ഒക്കെ പരിശോധിക്കുന്നതിനാണ് നമ്മൾ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, വിമർശന സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാകട്ടെ ഈ യൂണിക് ഫോം ഓഫ് ഹ്യൂമൻ നോളജ് നീഡ്സ് ടു ബി എക്സാമിൻഡ് ഓൺ ഇറ്റ്സ് ഓൺ ടേംസ്. അതിൻ്റേതായ ടേംസിൽ ലിറ്ററേച്ചറിനെ ക്രിറ്റിസിസത്തിന് വിധേയമാക്കുമ്പോൾ ആ ലിറ്റററി പീസിനെ അതിൻ്റേതായ ടേംസിൽ തന്നെ എക്സാമിൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെയുള്ള യൂണിക് ഫോം ഓഫ് നോളജാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. യൂണിക് ഫോം ഓഫ് ഹ്യൂമൻ നോളജ് എന്നാണ് ലിറ്ററേച്ചറിനെ ഫോർമലിസ്റ്റ് ക്രിട്ടിക്കുകൾ വിളിക്കുന്നത്. അത് മറക്കരുത്, അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏരിയയാണ്. എ യൂണിക് ഫോം ഓഫ് ഹ്യൂമൻ നോളജ് എന്ന് ലിറ്ററേച്ചറിനെ കണക്കാക്കുന്നത് ഏത് ക്രിട്ടിക്കൽ മെത്തേഡിലാണ് എന്ന് ചോദിച്ചാൽ അത് ഫോർമലിസ്റ്റ് ക്രിറ്റിസിസമാണ്. ഇതാകട്ടെ യൂണിക് ഫോം ഓഫ് ഹ്യൂമൻ നോളജ് ദാറ്റ് നീഡ്സ് ടു ബി എക്സാമിൻഡ്, അത് എക്സാമിൻ ചെയ്യപ്പെടണം ഓൺ ഇറ്റ്സ് ഓൺ ടേംസ്, അതിന് അതിൻ്റേതായ ടേംസിലാണ്. അഥവാ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, വൈക്കോൽ കെട്ടാനുള്ള കയർ വൈക്കോൽ പിരിച്ച് തന്നെ ഉണ്ടാക്കണം എന്ന്. അതായത് കയർ പുറത്ത് നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല, വൈക്കോലാണ്, വൈക്കോൽ ചുറ്റി കെട്ടാനുള്ള കയർ വൈക്കോൽ തന്നെ പിരിച്ചുണ്ടാക്കുകയാണ് ചെയ്യുക. അതാണ് പറയുന്നത്, ഒരു ലിറ്റററി പീസിനെ നമ്മൾ വിമർശനത്തിന് വിധേയമാക്കുമ്പോൾ എന്തെല്ലാം ടൂൾസ് ഉപയോഗിച്ചാണ് അതിനെ വിമർശിക്കേണ്ടത് എന്നതിന് ഫോർമൽ ക്രിട്ടിക്കുകൾ പറയുന്നത് അതിനുള്ള മെറ്റീരിയൽ, ക്രിട്ടിക്കൽ ടൂൾസ് അതിനകത്ത് തന്നെ ലഭ്യമാണ്, അതാണ് എടുക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് മോഡേൺ ക്രിറ്റിസിസമാണ് ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അങ്ങേറ്റ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഫോർമലാണ്, ഇൻഫോർമലായി ഒന്നും ഇല്ല എന്നർത്ഥം. കാരണം ടെക്സ്റ്റ് വൈസാണ്, ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം എന്നും നമുക്ക് പറയാം. ഓൺടോളജിക്കൽ ക്രിറ്റിസിസം വേറെ വരുന്നുണ്ട്. ടെക്സ്റ്റുവൽ അഥവാ ഓൺടോളജിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് തന്നെ അല്ല, ഇത് വേറൊന്നാണ്. അപ്പോൾ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇതാണ്. ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം ലിറ്ററേച്ചറിനെ റിഗാർഡ് ചെയ്യുന്നത് ആസ് എ യൂണിക് ഫോം ഓഫ് ഹ്യൂമൻ നോളജ് എന്നാണ്. മനുഷ്യവിജ്ഞാനത്തിൻ്റെ അതുല്യമായ ഒരു രൂപമാണ്, അനന്യമായ, സമാനമായ, വേറൊന്നില്ലാത്തതായ ഒരു രൂപമാണ്. ഇത് നീഡ്സ് ടു ബി എക്സാമിൻഡ് ഓൺ ഇറ്റ്സ് ഓൺ ടേംസ്. അതിനെ ക്രിറ്റിസിസത്തിന് വിധേയമാക്കുമ്പോൾ അതിൻ്റെ ടേംസിൽ തന്നെ, ആ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ടേംസിൽ തന്നെ, അതായത് ക്രിട്ടിക്കിന് സ്വാതന്ത്ര്യമുണ്ടെന്നർത്ഥം. പുതിയ ക്രിട്ടിക്കൽ ടേംസ് വരെ വേണമെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അർത്ഥം. അടുത്ത പോയിൻ്റ് എന്താണ്? ഓൾ ദി എലമെൻറ്റ്സ് നെസസറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി വർക്ക് ആർ കണ്ടെയ്ൻഡ് വിത്തിൻ ദി വർക്ക് ഇറ്റ് സെൽഫ്. അത് തന്നെയാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞു. എന്താണ് ഓൾ ദി എലമെൻറ്റ്സ് നെസസറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി വർക്ക്? വർക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാഹിത്യം. അത് നോവലാകാം, പോയട്രി ആകാം, ഡ്രാമയാകാം, ഏത് റിട്ടൺ ഫോം ഓഫ് ലിറ്ററേച്ചർ ഏതായാലും, അത് റിട്ടൺ മാത്രമല്ല, അത് വിഷ്വൽ ഫോമും ആകാം കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് മനസ്സിലാക്കുന്നതിന്, ആ ലിറ്റററി പീസ് മനസ്സിലാക്കുന്നതിന് ആവശ്യമായ നെസസറി എലമെൻറ്റ്സ് ഒക്കെ തന്നെ, ഓൾ ദി എലമെൻറ്റ്സ് നെസസറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി വർക്ക് ആർ കണ്ടെയ്ൻഡ് വിത്തിൻ ദി വർക്ക് ഇറ്റ് സെൽഫ്. അത് ആ വർക്കിൽ തന്നെയുണ്ട്, പുറത്തു നിന്നൊന്നും കൊണ്ടുവരേണ്ടതില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് ഫോർമലിസ്റ്റ് ക്രിട്ടിക്കുകൾ ഒരിക്കലും ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്രിട്ടിക്കൽ മെത്തേഡുമായി വരുന്നില്ല എന്നർത്ഥം. ഓരോ കൃതിയുടെയും സ്വഭാവം അനുസരിച്ച് ആണ് ക്രിറ്റിസിസം രൂപപ്പെടുന്നത്. അപ്പോൾ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഫ്രം വർക്ക് ടു വർക്ക് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന നോവൽ, അത് ചാൾസ് ഡിക്കൻസിൻ്റെയാണ്. അത് 19-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട നോവലാണ്. അത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ്. അത് ക്രിറ്റിസിസത്തിന് വിധേയമാക്കുമ്പോൾ, അപ്പോൾ ക്രിറ്റിസിസം എന്താണെന്ന് ഇനിയും ഞാൻ പറയുന്നില്ല, ക്രിറ്റിസിസത്തിന് വിധേയമാക്കുമ്പോൾ ആ കൃതിയെ മാത്രം ആശ്രയിച്ച് അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ടൂൾസാണ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. അതാണ് ഓൾ ദി എലമെൻറ്റ്സ് നെസസറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി വർക്ക് ആർ കണ്ടെയ്ൻഡ് വിത്തിൻ ദി വർക്ക് ഇറ്റ് സെൽഫ്. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ എന്താണ്? ഫോം ആൻഡ് സ്റ്റൈൽ. ഏറ്റവും കൂടുതൽ ഫോർമലിസ്റ്റ് ക്രിട്ടിക്കുകൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഫോമും സ്റ്റൈലും ആണ്. അതാണ് അതിൻ്റെ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമലിസ്റ്റ് ക്രിട്ടിക്കുകളുടെ
ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോം ആൻഡ് സ്റ്റൈൽ. ഫോം രൂപമാണ്. രൂപഭദ്രത ഈ ഫോർമലിസ്റ്റ് ക്രിട്ടിക്കുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു സംഗതിയാണ്. പിന്നെന്താണ് സ്റ്റൈൽ, ഏത് സ്റ്റൈലിലാണ് അത്. അപ്പോൾ ഈ ഫോമിൽ നിന്നും സ്റ്റൈലിൽ നിന്നും ഒക്കെ തന്നെയാണ് അവരതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനുള്ള എലമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് മൂന്നാമത്തെ പോയിൻ്റ്. ഇനി നാലാമത്തെ പോയിൻ്റ് എന്താണ്? ഹൗ സച്ച് എലമെൻറ്റ്സ് വർക്ക് ടുഗെദർ. അപ്പോൾ ഈ എലമെൻറ്റ്സൊക്കെ ഫോം, സ്റ്റൈൽ, ഡിക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഡിക്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, ഗ്രാമാറ്റിക്കൽ ഏരിയ ഏതൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഏതൊക്കെ വാക്കുകളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രോലിറ്റേറിയൻ ടൈപ്പ് നോവലാണെന്ന് വയ്ക്കുക. എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തെ സംബന്ധിക്കുന്ന അവരുടെ ജീവിതം വിവരിക്കുന്ന ഒരു കഥയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വാക്കുകളും പ്രോലിറ്റേറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ തന്നെ ആയിരിക്കും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെയും പരിശോധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ആ ലിറ്ററേച്ചർ അറിയുന്നതിന് ആവശ്യമായ ടൂൾസിലൊന്നാണ്. അതായത് എഴുത്തുകാരൻ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് ഫോം സ്വീകരിച്ചിരിക്കുന്നു, ഏത് സ്റ്റൈലാണ് സ്വീകരിച്ചിരിക്കുന്നത്, ഇതെല്ലാം തന്നെയാണ് ക്രിട്ടിക്കൽ ടൂൾ ആയി പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫോം വരുന്നുണ്ട്, സ്റ്റൈലുണ്ട്, അതിൽ വിശേഷണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വിശേഷണങ്ങൾ ഒക്കെ തന്നെ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു, എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ചാപ്റ്ററുകൾ പോലും അതായത് ആ പ്രത്യേക തരത്തിലുള്ള സ്റ്റോറി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ എങ്ങനെയാണ് ചാപ്റ്റർ വൈസ് സെഗ്മെൻ്റായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് എവിടെയാണ് വരുന്നത്, ഒരുപക്ഷെ ക്ലൈമാക്സ് കൊണ്ടാണോ തുടങ്ങുന്നത്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഇതൊക്കെ തന്നെയാണ് അത് ക്രിട്ടിസൈസ് ചെയ്യാൻ ആവശ്യമായ ടൂൾസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ, ഹൗ സച്ച് എലമെൻറ്റ്സ് വർക്ക് ടുഗദർ. ഈ എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, എന്ത് റിസൾട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം ഒന്നാമതായി ചെയ്യുന്നത്. ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം. അപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണ കൂടി പറയുന്നു. ഈ 4 പോയിൻറ്റ്സ് ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ, അത് HSA മാത്രമല്ല, ഭാവിയിൽ നിങ്ങൾക്ക് മറ്റ് മത്സര പരീക്ഷകൾക്കും പ്രയോജനപ്രദമായ ഏരിയ തന്നെയാണ്. അപ്പോൾ ഫോർമലിസ്റ്റ് ക്രിട്ടിക്കുകൾ ലിറ്ററേച്ചറിനെ എങ്ങനെ റിഗാർഡ് ചെയ്യുന്നു? ആസ് എ യൂണിക് ഫോം ഓഫ് ഹ്യൂമൻ നോളജ്, മനുഷ്യവിജ്ഞാനത്തിൻ്റെ അതുല്യമായ ഒരു രൂപമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതാകട്ടെ, ദാറ്റ് നീഡ്സ് ടു ബി എക്സാമിൻഡ് ഓൺ ഇറ്റ്സ് ഓൺ മെറിറ്റ്സ്. അങ്ങനെയുള്ള ലിറ്ററേച്ചറിനെയാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ള ലിറ്ററേച്ചറിനെ അതിൻ്റെ മെറിറ്റിൽ, ഓരോ വർക്കിൻ്റെ മെറിറ്റ് എന്താണോ ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. ഇനി ഇത് മനസ്സിലാക്കാൻ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓൾ ദി എലമെൻറ്റ്സ് നെസസറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ വർക്ക് ആർ കണ്ടെയ്ൻഡ് വിത്തിൻ ദ വർക്ക് ഇറ്റ് സെൽഫ്. അതായത് നമ്മൾ ഏത് പീസ് ഓഫ് ലിറ്ററേച്ചറാണോ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാൻ ആവശ്യമായ എലമെൻറ്റ്സ് എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. പുറമേ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരു എക്സ്റ്റേണൽ ടൂൾ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്, ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ടൂൾ അകത്തേക്ക് പ്രവേശിക്കുന്നതേയില്ല. ക്രിറ്റിസിസത്തിന് ആവശ്യമായ മെറ്റീരിയൽ പോലും, ക്രിട്ടിക്കൽ ടൂൾ പോലും അകത്ത് തന്നെയുണ്ട്. പുറമേ നിന്നൊന്നും ഒരു ടൂളും പ്രീ പ്ലാൻഡോ പ്രീ ഡിസൈൻഡോ ആയിട്ടുള്ള ഒരു ടൂളും അകത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല. മൂന്നാമത്തേത് ഫോം ആൻഡ് സ്റ്റൈൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഫോർമലിസ്റ്റ് ക്രിട്ടിക്കുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, മോസ്റ്റ് ഫോക്കസ്ഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഫോം ആൻഡ് സ്റ്റൈൽ, രൂപവും ശൈലിയുമാണ്. പിന്നെ അതിലെ ഡിക്ഷൻ പ്രധാന ഘടകം തന്നെയാണ്. ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ് ഓഫ് ലൈഫും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വ്യത്യസ്തമാണ്. ജാർഗൺ എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ജാർഗൺ ഒരു ടൂളായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലെ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഒരു പ്രത്യേക തരത്തിലുള്ളത്, അവരുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ രീതിയിലായിരിക്കും അവർ സംസാരിക്കുക. ഇനി അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ, അങ്ങനെയുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന ഏരിയയിലെ ആളുകളുടെ ജാർഗൺ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ടൊരു ജാർഗൺ എന്ന് പറയുന്നൊരു സംഗതി നമുക്കറിയാം. ജാർഗൺ, തൊഴിലുമായി ബന്ധപ്പെട്ട ഭാഷ. ഇപ്പോൾ ഒരു ഡോക്ടർ വർഷങ്ങളോളം ഫിസീഷ്യനായി ജോലി ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും അയാളുടെ
നിത്യ സംസാരത്തിൽ പോലും അയാളുടെ പ്രൊഫഷണൽ ടൈമിലല്ലാത്ത സമയത്ത് പോലും സംസാരിക്കുമ്പോൾ അയാളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട വാക്കുകൾ കടന്നു വരും. പലപ്പോഴും അങ്ങനെ, പലപ്പോഴും അല്ല എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ തൊഴിലുമായി ബന്ധപ്പെട്ടത് പ്രൊഫഷണൽ ലാംഗ്വേജിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് തന്നെ. പ്രൊഫഷണൽ എന്ന് പറയുന്നതെങ്കിലും ഒരു പ്രൊഫഷൻ ഇല്ലാത്തവർക്കും ഒരു ജാർഗണുണ്ട്. അപ്പോൾ ഏത് ഏരിയയിലാണോ കഥ നടക്കുന്നത്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഏരിയയെ ഉദ്ദേശിച്ചു കൊണ്ടാണോ അതിനനുസരിച്ചുള്ള ഒരു ജാർഗൺ ഉണ്ടായിരിക്കും. അതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജിൽ തന്നെ ഡിഫറെൻറ്റ് ജാർഗൺസ് ഉണ്ടായിരിക്കും. പിന്നെ ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഓരോ സ്ഥലം മാറുന്നതിനനുസരിച്ച് ഡയലക്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ഡയലക്റ്റ് വളരെ പ്രധാനമാണ്. പിന്നെ നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഹൗ സച്ച് എലമെൻറ്റ്സ് വർക്ക് ടുഗദർ. ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ എലമെൻറ്റ്സൊക്കെ എങ്ങനെയാണ് ഒന്നിച്ച് ഫലപ്രദമാകും, ഒന്നിച്ച് ആക്ട് ചെയ്യുന്നത് എങ്ങനെ, ഒരു ലിറ്റററി എക്സ്പീരിയൻസ് ഉണ്ടാക്കി, ഒരു ലിറ്റററി പ്ലെഷർ ഉണ്ടാകുന്നുണ്ടോ അതിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് എന്ത് പ്ലെഷറാണോ ഉണ്ടാകുന്നത്, ആ പ്ലെഷറിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായ എലമെൻറ്റ്സ് എല്ലാം കൂടി ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതിയാണ് ഈ പ്ലെഷർ എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ പൊതുവേ ഒരു പ്ലെഷർ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ലിറ്ററേച്ചറിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ചിലത് ഡിഡാക്റ്റിക് ആയിരിക്കാം, എന്നാലും അതിലൊരു പ്ലെഷറുണ്ട്. ഡിഡാക്റ്റിക് അല്ലെങ്കിൽ പോലും അതിൽ ഒരു പ്ലെഷർ ഉണ്ടായിരിക്കും. അപ്പോൾ അൺലെസ് ദർ ഈസ് പ്ലെഷർ ഇൻ ലിറ്ററേച്ചർ ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് ലിറ്ററേച്ചർ. ആ പ്ലെഷർ എങ്ങനെ ഉണ്ടാകുന്നു, അതാണ് നമ്മൾ ഒന്നാമത്തെ ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം എന്ന പേരിൽ പഠിച്ചത്. ഓക്കെ, അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തതിലേക്ക് പോകാം. ഏതാണ്? ബയോഗ്രാഫിക്കൽ ക്രിറ്റിസിസമാണ്. ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം. അപ്പോൾ ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ബയോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഓട്ടോബയോഗ്രഫി അല്ല കേട്ടോ. ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒരാൾ അയാളുടെ തന്നെ ലൈഫ് ഹിസ്റ്ററി എഴുതുന്നതാണ്. ഇതങ്ങനെയല്ല, ലൈഫ് ഹിസ്റ്ററിയാണ്. ഒരാൾ മറ്റൊരാളിൻ്റെ ലൈഫ് ഹിസ്റ്ററി എഴുതുന്നതിനാണ് നമ്മൾ ബയോഗ്രഫിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രിറ്റിസിസവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? നമുക്കറിയാം, ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് സാമുവൽ ജോൺസൻ്റെ ലൈവ്സ് ഓഫ് പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു വർക്കാണ്. ലൈവ്സ് ഓഫ് പോയറ്റ്സ് അതൊരു ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം ഇതെന്താണ് ഫോക്കസ് ചെയ്യുന്നത്. ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസസ് ഓൺ എക്സ്പ്ലിക്കേറ്റിംഗ് ദ ലിറ്റററി വർക്ക് ബൈ യൂസിങ് ദ ഇൻസൈറ്റ് പ്രൊവൈഡഡ് ബൈ നോളജ് ഓഫ് ദ ഓതേഴ്സ് ലൈഫ്. അതെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഓതേഴ്സ് ലൈഫ്, നോളജ് ഓഫ് ദ ഓതേഴ്സ് ലൈഫ്. അപ്പോൾ ഈ എഴുത്തുകാരൻ്റെ ഓതറുടെ ലൈഫ് ഹിസ്റ്ററിയുടെ ആംഗിളിൽ നിന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ലിറ്റററി വർക്ക് ബൈ യൂസിങ് ദ ഇൻസൈറ്റ് പ്രൊവൈഡഡ് ബൈ ഇൻസൈറ്റ്. എന്താ ഇൻസൈറ്റ്? ഉൾക്കാഴ്ച എന്ന് നമ്മൾ പറയും. ഉൾക്കാഴ്ച. അപ്പോൾ ഈ ഉൾക്കാഴ്ച ഓതറുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഉൾക്കാഴ്ചയാണ്. അപ്പോൾ ലൈഫ് ഹിസ്റ്ററി, ഓതറുടെ ലൈഫ് ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടുന്ന പീസസ് ഓഫ് നോളജ് ഉപയോഗിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയാണ് ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അതാണ്. അപ്പോൾ ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം focuses on explicating the literary work by using the insight provided by knowledge of the author's life. It is one of the practical methods. തീർച്ചയായും ഇത് ഒരു പല പ്രാക്ടിക്കൽ മെത്തേഡ്സും നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെത്തേഡ്സ് അല്ല, ഇപ്പോൾ ക്രിറ്റിസിസമാണ്. ക്രിട്ടിക്കൽ അപ്രോച്ചസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ പ്രാക്ടിക്കൽ മെത്തേഡ്സ്. ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം അത് പ്രായോഗികമായി അത് ഒരല്പം ശാസ്ത്രീയതയുമുണ്ട്. കാരണം ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു ഓതർ, അതൊരു നോവലിസ്റ്റ് ആകാം, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആവാം, അല്ലെങ്കിൽ എസ്സേയിസ്റ്റ് ആകാം, അതുമല്ലെങ്കിൽ പൊയറ്റ് ആകാം, ഡ്രാമാറ്റിസ്റ്റ് ആകാം. അപ്പോൾ ഏത് ജോണർ ഓഫ് ലിറ്ററേച്ചർ ആയാലും ശരി, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഓതർക്കൊരു ലൈഫുണ്ടല്ലോ. ഈ ലൈഫ് സ്വാഭാവികമായിട്ടും അനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഫുൾ ഓഫ് എക്സ്പീരിയൻസസ്. അപ്പോൾ എക്സ്പീരിയൻസസ് എല്ലാവർക്കും ഒരുപോലെ അല്ലതാനും. ധാരാളം എക്സ്പീരിയൻസസ്, വിചിത്രമായ എക്സ്പീരിയൻസസ് ഒക്കെ ഉള്ളവരുണ്ടായിരിക്കാം. ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുക തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും അയാളുടെ ലിറ്ററേച്ചറിൽ വരിക, അയാളുടെ ലൈഫ് എക്സ്പീരിയൻസസ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ലൈഫ് സൈസ് പിക്ചറാണ് നമ്മൾ ലിറ്ററേച്ചറിൽ കാണുന്നതെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ
അത് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ടും ലിറ്ററേച്ചറിലേക്കുള്ളൊരു ഉൾക്കാഴ്ച കിട്ടും. അതാണ് ഇവിടെ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? യൂസിങ് ദ ഇൻസൈറ്റ് പ്രൊവൈഡഡ് ബൈ നോളജ് ഓഫ് ദ ഓതേഴ്സ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം ഫോക്കസസ് ഓൺ എക്സ്പ്ലിക്കേറ്റിംഗ്, അതാണ് എക്സ്പ്ലിക്കേറ്റ് ചെയ്യുന്നത്. ദ ലിറ്റററി വർക്ക് ബൈ യൂസിങ് ദ ഇൻസൈറ്റ് പ്രൊവൈഡഡ് ബൈ നോളജ് ഓഫ് ദി ഓതേഴ്സ് ലൈഫ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ പ്രാക്ടിക്കൽ മെത്തേഡ്സ്. ഇത് സ്വാഭാവികമായും പ്രാക്ടിക്കൽ മെത്തേഡ്സിലൊന്നാണ്. ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം. എന്താണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം? പേരിൽ തന്നെ ഉണ്ട്, ഹിസ്റ്ററിയുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഹിസ്റ്ററി നമുക്കറിയാം ചരിത്രമാണ്. ഇന്നത്തെ ജീവിതമാണ് നാളത്തെ ഹിസ്റ്ററി ആയിത്തീരുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്നലത്തെ അനുഭവങ്ങളാണ്. പക്ഷേ എല്ലാ അനുഭവങ്ങളും വള്ളി പുള്ളി വിടാതെ ആരും രേഖപ്പെടുത്തി വയ്ക്കാറില്ല. ചരിത്ര സംഭവങ്ങൾ ആളുകളുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന അറിവുകളും അനുഭവങ്ങളും വ്യത്യസ്തമാണ്. ഒരേ ചരിത്ര സംഭവം വ്യത്യസ്ത ആംഗിളിൽ ആളുകൾ കാണാറുണ്ട്. ഓതേഴ്സ് പൊതുവെ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓതേഴ്സ് ആർ ഹൈലി സെൻസിറ്റീവ്, എസ്പെഷ്യലി പോയറ്റ്സ് ആൻഡ് നോവലിസ്റ്റ് ആർ ഹൈലി സെൻസിറ്റീവ്. എസ്സേയിസ്റ്റുകൾ അങ്ങനെയല്ല, അവർ കുറേ കൂടി ഡിസ്ഇൻട്രസ്റ്റഡ് ആയിരിക്കും കാര്യങ്ങളിൽ. അപ്പോൾ ഓതേഴ്സ് പൊതുവെ സെൻസിറ്റീവാണ്, ഹൈലി സെൻസിറ്റീവാണ്. അത് മറ്റു പല ക്രിറ്റിസിസം നമ്മൾ എടുക്കുമ്പോൾ വില്യം വേർഡ്സ്വർത്തിൻ്റെയൊക്കെ ക്രിറ്റിസിസം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്കത് പറയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ചരിത്രം സാഹിത്യ സൃഷ്ടിക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്താണ് തേടുന്ന വിഷയം? സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് എ ലിറ്റററി വർക്ക് ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ കോണ്ടെക്സ്റ്റ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ലിറ്റററി വർക്ക്. ഒരു സാഹിത്യകൃതിയെ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ്. എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? ദ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ കോണ്ടെക്സ്റ്റ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. ആ സാഹിത്യകൃതിയെ പ്രൊഡ്യൂസ് ചെയ്തതായ ഒരു കാലഘട്ടമുണ്ട്, ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട്, കൾച്ചറൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഇൻ്റലക്ച്വൽ കോണ്ടെക്സ്റ്റുമുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം അപ്ലൈ ചെയ്യാൻ പലപ്പോഴും നമുക്ക് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം തന്നെയും സാഹിത്യകൃതികളിലൂടെ അൺറാവൽ ചെയ്തു വരാറുണ്ട്. ഞാൻ നേരത്തെ പരാമർശിച്ച എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന ചരിത്രവുമായി അങ്ങേയറ്റം ഇഴചേർന്ന് കിടക്കുന്നുണ്ട്, ഇൻ്റർട്വൈൻഡ് ആയിട്ട് കിടപ്പുണ്ട്. ഈ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറഞ്ഞാൽ ചാൾസ് ഡിക്കൻസിൻ്റെ നോവലാണ്. ഞാൻ പറഞ്ഞു അത് 1789 ഫ്രഞ്ച് റവല്യൂഷനാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ആ നോവലിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ആ ഫ്രഞ്ച് റവല്യൂഷൻ്റെ അഥവാ ബ്ലഡി റവല്യൂഷനായി തീർന്ന, അതായത് പിന്നീട് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി തീർന്ന ഈ ഫ്രഞ്ച് റവല്യൂഷൻ ബ്ലഡി റവല്യൂഷനായിരുന്നു. അത് വലിയ പാഠങ്ങൾ ചരിത്രത്തിൽ അവശേഷിപ്പിച്ചു, ധാരാളം രക്തത്തുള്ളികളും വീഴ്ത്തിയ ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ച ഫ്രഞ്ച് റവല്യൂഷനിൽ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എന്ത് സാമൂഹിക അന്തരീക്ഷമാണ്, സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉണ്ടായിരുന്നത്, ആ നോവൽ വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. അതുപോലെ കൾച്ചർ, അതെ, ഓരോ കാലഘട്ടത്തിലും കൾച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കൾച്ചറും മാറിക്കൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കൾച്ചർ ഒരു സ്റ്റാൻഡ് സ്റ്റിലായി നിൽക്കുന്നൊരു സംഗതിയല്ല. സംസ്കാരം എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റിലായി, അൺമൂവിങ് ആയി, അൺഗ്രോയിങ് ആയി നിൽക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയല്ല. ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. അതിൻ്റെ കാരണം എന്താണ്? കാലം മാറുന്നതിനനുസരിച്ച് പല തരത്തിലുള്ള ഡിസ്കവറീസും ഇൻവെൻഷൻസും അഡോപ്ഷൻസും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ അഡോപ്ഷൻസ് വരുമ്പോൾ, ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു 25 വർഷം മുമ്പ് മൊബൈൽ ഫോണൊന്നും അത്രയൊന്നും വ്യാപകമാകാതിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നത്തെ സാമൂഹിക അന്തരീക്ഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, എവിടെ യാത്രയിലായാലും എവിടെയായാലും ആരും വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കാണാറില്ല. ഈ ചതുരത്തിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് കൾച്ചറൽ അറ്റ്മോസ്ഫിയറിനെ മാറ്റിയിട്ടുണ്ട്, ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, റിലേഷൻസിൽ ധാരാളം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈവൻ ഇൻസൈഡ് എ ഫാമിലി ദ റിലേഷൻസ് ഹാവ് ടേക്കൺ ഷാർപ്പ് ചേഞ്ചസ്.
ഇതൊരു ഇൻവെൻഷനാണ്. ഇത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വളരെ വേഗത വന്നിരിക്കുന്നു. ബിക്കോസ് നമ്മൾ പലതരത്തിലുള്ള വാഹനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ കിലോമീറ്ററുകളോളം നടന്നു പോയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നടന്നു പോകുന്നതിനെപ്പറ്റി സങ്കല്പിക്കാനേ വയ്യ. കാരണം നമുക്ക് സമയമില്ല. ധാരാളം ജോലികൾ നമ്മൾ ഏറ്റുവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തീർക്കണമെങ്കിൽ നമുക്ക് വേഗത്തിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ സൊസൈറ്റി ആകെ മാറിയിരിക്കുന്നു, വേഗത ആർജിച്ചിരിക്കുന്നു. ഇനിയും വേഗത ആർജിച്ചു കൊണ്ടേയിരിക്കും. കൂടുതൽ വേഗതയിൽ നിന്ന് വേഗതയിലേക്ക് കൂടുതൽ ഇത് വളർന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് കൾച്ചർ മാറും, സൊസൈറ്റി മാറും, ഇൻ്റലക്ച്വൽ കോണ്ടെക്സ്റ്റും മാറും. അതും ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഇൻ്റലക്ച്വൽ കോണ്ടെക്സ്റ്റാണ്. ഓരോ കാലഘട്ടത്തിലും സ്വീകരിക്കുന്ന ഐഡിയോളജി ഡിഫറൻ്റ് ആയിരിക്കും. പുതിയ ഐഡിയോളജീസ് ഇങ്ങനെ ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. സമൂഹവും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ആണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. എന്താണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം? സീക്സ് ടു അണ്ടർസ്റ്റാൻഡ്, എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ലിറ്റററി വർക്കിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ? ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ്. ഇതാണ് പഠനവിധേയമാക്കുന്നത്. ഇപ്പോൾ തോമസ് ഹാർഡിയുടെ കൃതികൾ വായിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടിലെ കൾച്ചറലും സോഷ്യലും ഇൻ്റലക്ച്വലുമായിട്ടുള്ളൊരു കാലാവസ്ഥയെപ്പറ്റി സമഗ്രമായൊരു പഠനം നടത്തിയാൽ ഇറ്റ് വിൽ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലിറ്റററി പീസ്. വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്ന സമയത്ത് എഴുതപ്പെട്ട നോവലുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതായത് 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത് വിക്ടോറിയ രാജ്ഞിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസായം അഭൂതപൂർവമായ വളർച്ച നേടിയ സമയമായിരുന്നു. വ്യവസായം ശാസ്ത്രത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അത് നമുക്കറിയാം, ശാസ്ത്രത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ശാസ്ത്രത്തിൻ്റെ കോൺട്രിബ്യൂഷനായ വ്യവസായം അല്ലെങ്കിൽ യന്ത്രങ്ങൾ, ഫാക്ടറികളും യന്ത്രങ്ങളും ഒക്കെ വന്നതോടുകൂടി മനുഷ്യൻ്റെ ജോലി ഭാരം കുറയുകയും പിന്നെ ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂടുകയും അങ്ങനെ ഫാക്ടറിയിലുടനീളം സ്ഥാപിക്കുകയും ജീവിതത്തിന് വേറൊരു വേഗത കൈവരികയും ചെയ്തു. അത് ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ്റെ പ്രത്യേകതയാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അതുവരെയും ഹിതർട്ടു വളരെ സ്ലോ ആയി റിലീജിയസായി മാത്രം ജീവിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ മനസ്സിലേക്ക് പുതിയൊരു ചിന്തയുടെ വിത്ത് വന്നു വീണു. അതാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസാണ് പ്രകടമായ ജീവിത മാറ്റങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ അതുവരെയും അവരുടെ ജീവിതത്തിൽ നൂറ്റാണ്ടുകളോളം ജീവിതത്തെ നയിച്ചുകൊണ്ടിരുന്ന കാനോൺസ് റിലീജിയൻ്റെതാണ്. സ്വാഭാവികമായിട്ടും ശാസ്ത്രത്തിൻ്റെ വരവോടുകൂടി റിലീജിയൻ റിട്രീറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഒരു വിക്ടോറിയൻ ഡിലമ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായി. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വിക്ടോറിയൻ ഡിലമ. എന്താ വിക്ടോറിയൻ ഡിലമ? ശാസ്ത്രമാണോ മതമാണോ വലുത്? എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലീജിയൻ. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ലിറ്ററേച്ചർ മുഴുവനും ചർച്ച ചെയ്യുന്ന വിഷയം, ഏതാണ്ട് ഒട്ടുമിക്ക ലിറ്ററേച്ചറും ചർച്ച ചെയ്യുന്ന വിഷയം ഈ വിക്ടോറിയൻ ഡിലമയാണ്. എഴുത്തുകാരുടെ ആ കാലഘട്ടത്തിൻ്റെ ഒരു നേർ ചിത്രമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിച്ചതിന് ശേഷം ഈ ലിറ്ററേച്ചർ പഠനവിധേയമാക്കിയാൽ, ക്രിറ്റിസിസത്തിന് വിധേയമാക്കുന്നത് കുറേ കൂടി എളുപ്പമായിരിക്കും അത് മനസ്സിലാക്കാൻ. ഒരു തരത്തിൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഫ്രം ദിസ് അണ്ടർസ്റ്റാൻഡിങ് എ പ്ലഷർ ഈസ് ഇവോൾവ്ഡ്. പ്ലഷർ തീർച്ചയായും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മൂന്നാമത്തേത് എന്താ പറഞ്ഞത്? ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസമാണ്. ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് എ ലിറ്റററി വർക്ക് ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സോഷ്യൽ, cultural and intellectual context that produced it.